കഴുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും. ഇരിക്കുന്ന നിലയിലായിരുന്നു. ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്. പക്ഷെ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ എന്തെങ്കിലും പൂജാദ്രവ്യം ഇല്ല. ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. കർപ്പൂരത്തിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നു. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. ഈ മൃതദേഹം നമുക്ക് പോകണല്ല. ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നല്ലേ? ഇരിക്കുന്ന അവസ്ഥയിൽ അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം. പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി. ഇല്ലല്ല, പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം, അത്രേ ഉള്ളൂ. അരക്ക് താഴെ കഴുകിയാണ്. അരക്ക് താഴെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പേരെങ്ങനെയാ? എന്റെ പേര് പ്രസന്നകുമാർ. സാക്ഷിയായിട്ട് കൊണ്ടുവന്നാണ്. ഞാൻ കൗൺസിലറാണ്. നെയ്യാറ്റിൻകര കൗൺസിലർ, മുനിസിപ്പാലിറ്റി.